മറ്റേ ഇതിന്റെ കണിമലം സീരീസിന്റെ ബാക്കിയാണോ സിനിമ എന്നാണോ ചോദിച്ചേ? അല്ല, ഇത് സിനിമയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചില്ലല്ലേ? കുറച്ചുകൂടെ കൂട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയോ ഏക്കുന്നുണ്ട്. നമ്മൾ അത്രയും നല്ലതാണെങ്കിലേ ആൾ ഓക്കെ പറയുള്ളൂ. അപ്പം നമുക്കൊരു കൊള്ളാം, നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആവുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ്. നമ്മുടെ എയിം എന്ന് പറയുന്ന സിനിമ തന്നെ ആയിരുന്നു. എല്ലാവരും ലാസ്റ്റ് അതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുമല്ലോ. അറിയാണ്ട് ഫേമസും ആയി, എന്നാ പിന്നെ സിനിമയിലേക്ക് പോയി പഠിപ്പിച്ചിട്ടാണേ ഉത്തരം പറയും. ജോലി കിട്ടിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ജോലി കിട്ടാൻ വന്നപ്പോ ഞാൻ അവസാനം മടുത്തിട്ട് ഇതിലോട്ട് വന്നേ ആണ്. ഇത് എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്ന എന്റെ റീൽസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവരും താടിയും പഠിച്ച് ഫുൾ എക്സിക്യൂട്ടീവ് ആ ഒരു സംഭവം ട്രെയിനിങ് ചെയ്യുമ്പോൾ ഞാൻ താടിയൊക്കെ വളർത്തി മറ്റേ റിബലായിട്ട് നടക്കുമായിരുന്നു. എനിക്ക് വേണ്ടല്ലോ ജോലി. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ലോൺ കിട്ടിയില്ല. പിന്നെ എനിക്ക് ജോലിയും കിട്ടുന്നില്ല. 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ പോയി, പിന്നെ ആർക്കും വേണ്ട നമ്മളെ. ഹലോ എവരി വൺ, കണിമംഗലം കോവിലകത്തെ വിശേഷങ്ങളുമായി നമ്മുടെ ഇവിടെ സിനിമയുടെ ടീമുണ്ട്. ഹലോ. കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ജഗന്നാഥൻ തമ്പുരാനെ തന്നെയാണോ? അതെ 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 അതെ. നിങ്ങളുടെ ഫസ്റ്റ് തോട്ട് അങ്ങനെ തന്നെയാണോ പോയത്? അതെ. ഈ ഒരു പേര് ക്ലാസ്സിലെ ടീച്ചേഴ്സെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞിട്ട് അതെ അതെ എന്ന് പറയില്ല, അതേപോലെ ഇതിന്റെ ഒരു ഭാഗമാവാൻ ഫസ്റ്റ് ഓൾറെഡി ഇത് സീരീസ് ആയിട്ട് വരുമായിരുന്നല്ലോ. അപ്പൊ ഇത് സിനിമയിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ എന്തുവായിരുന്നു തോന്നിയത്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മറ്റേ മുമ്പേ വെച്ച് മറ്റേ ഇതിന്റെ കണിമലം സീരീസിന്റെ ബാക്കിയാണോ സിനിമ എന്നാണോ ചോദിച്ചേ? അല്ല, ഇത് സിനിമയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചില്ലല്ലേ? ആ ചോദ്യം ഞാൻ ചോദിക്കാട്ടോ. അതെ, എനിക്ക് ഉത്തരം പറയണം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇതൊരു സീരിയസ് ആയിരുന്നു. 2018-2019 കൊറോണ ടൈമിൽ നമ്മൾ കുറച്ച് രാജശേട്ടനെ, DDP ഉണ്ണിയണ്ണൻ, ടോണിച്ചേട്ടൻ, മുടിയൻ, ഡനിൽ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടുള്ള പരിപാടി വെച്ച് തുടങ്ങിയതാണ്. ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം ആദ്യത്തെ ടീസർ ഇറങ്ങി ആൾക്കാർ സ്വീകരിച്ച്, പിന്നെ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി, അത് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വെറൈറ്റി കണ്ടന്റുകൾ കൊടുത്തു. പുള്ളിയുടെ ഐഡിയയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റി. അതിനുശേഷം ആ ഒരു ട്രാക്ക് മാറി. അതിനുശേഷം പുള്ളി തീപ്പരി പിന്നെ സിനിമ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സീരിയസ് സിനിമ ആക്കിക്കൂടെ എന്നുള്ള തോന്നൽ ചേട്ടന് വന്നുകൊണ്ട് സിനിമയാക്കി. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് വേറൊരു സ്റ്റോറി ലൈനാണ്, വേറെ ഹൊറർ ഫൺ പരിപാടിയാണ്. എല്ലാവർക്കും ഈ ഹോസ്റ്റൽ ലൈഫും ഇതൊക്കെ ഇതിനകത്തും വരുന്നുണ്ടല്ലോ, അങ്ങനെയല്ലേ വരും? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോസ്റ്റൽ ലൈഫ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഹോസ്റ്റലിൽ പോയിട്ടുള്ളൂ. അതിന് മാത്രം ഞങ്ങൾ 3 പേര് ഹോസ്റ്റൽ ലൈഫ് ഇല്ലായിരുന്നു. അത് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി ഇവിടെ? ഇങ്ങനെ ആ ഹോസ്റ്റൽ ലൈഫ് ഉറങ്ങുന്നുണ്ട്, ഒരു കണക്ഷനും ഇല്ല. ഇവൻ ഫുൾ ടൈം ചാറ്റ് ആയിരുന്നു ഗേൾ ഫ്രണ്ട് ആയിട്ട്. അപ്പൊ ഹോസ്റ്റൽ ലൈഫ് ഇല്ല. അത്യാവശ്യം ഓരോ ഇന്റർവ്യൂവിന് വെറൈറ്റി പറയട്ടെ. അന്ന് ചാറ്റാണ്, ഇത് ചാറ്റല്ലേ? ഞാൻ ഇടയ്ക്ക് അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് ബോധം വരും. അല്ല, ഹോസ്റ്റൽ ലൈഫ് കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാളായിരുന്നു. അപ്പൊ അത് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുമോ ഇവിടെ? ഇവരെ ഹോസ്റ്റലിനകത്തോ? ഹോസ്റ്റലിനകത്ത് കയറ്റാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാലേ അവൻ്റെ അടുത്ത് ഒന്ന് നീ ചോദിച്ചു പേടിച്ചല്ലേ? ചോദ്യം മനസ്സിലായില്ല. ഇല്ല, ഗൈസ് അബിക്ക് എന്തോ പറ്റി. ഒന്നുകൂടെ ചോദിക്കൂ. അതായത് നിനക്ക് ഹോസ്റ്റൽ ഞാൻ ചോദിക്കണോ? ഹോസ്റ്റലിൽ താമസിച്ചില്ലേ? അപ്പം അതും ഇതുമായിട്ട് നിനക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചോദിക്കണം. ഇല്ല ഇല്ല, അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇത് വേറെ ഒരു സംഭവമാണ്. എന്റെ ഹോസ്റ്റലിലുള്ള ആരും ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനല്ല. അപ്പം പ്രേതം ഇല്ലായിരുന്നു. ഈ ഹോസ്റ്റലിൽ പ്രേതമുണ്ട്, അതാണ് ഡിഫറൻസ്. അതെ, ഈ ഹോസ്റ്റലിലൂടെ എവിടെങ്കിലൊക്കെ വരത്തില്ലേ? എവിടെങ്കിലൊക്കെ. അല്ല, ഈ പ്രേതത്തിന്റെ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ആർക്കും ഇല്ല. നിങ്ങൾ ഇങ്ങനത്തെ കഥകൾ സ്റ്റോറി അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തായിരുന്നോ ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും ഇരുന്ന്? നിങ്ങൾക്ക് ഈ ഷൂട്ട് ഇല്ലാത്ത ടൈമില്? ഇല്ല, അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഡിസിപ്ലിൻഡ് ആയിരുന്നു. നമ്മള് സത്യം പറഞ്ഞ ഒരു ട്രാക്കിൽ ഇങ്ങനെ നിന്നങ്ങ് പോയതാ. രാവിലെ ഷൂട്ടിന് വരുന്നു, വൈകിട്ട് പോയി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം പരിപാടി പിടിക്കണു. എല്ലാരും ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഒരുപാട് പേര്. അപ്പൊ അവരാ ട്രാക്ക് പിടിച്ച് ട്രാക്കിൽ തന്നെ നിന്നിങ്ങനെ പോവായിരുന്നു. നമ്മൾ പരിചയപ്പെട്ട് സെറ്റായി വരുന്നല്ലേ. നിങ്ങൾക്ക് നേരത്തെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് നേരത്തെ വല്ല പരിചയം അങ്ങനെയൊന്നും ഇല്ല? വീഡിയോസ് കാണുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. പേഴ്സണലി ആരും തമ്മിലും കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ വന്നപ്പോ കൂടുതൽ ജാട ആൾക്കാർ നിങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നിന്നത് ആരായിരുന്നു? ഇല്ല, ഞങ്ങളൊക്കെ കാരണം എന്താ വെച്ചാലേ
നമ്മള് ആദ്യമായിട്ടാണ് മൂവി ചെയ്യാൻ വരുന്നത്. നമ്മൾ ഇൻഫ്ലുവൻസർമാരായിരിക്കും, പക്ഷെ ഇത് മൂവി ചെയ്യുമ്പോ എല്ലാവരും ഫസ്റ്റ് ദിവസം ക്ലാസ്സിൽ വന്നിട്ടെങ്കിലും ഇരിക്കില്ലേ, അതേപോലെ കാരണം നമ്മൾ ലേൺ ചെയ്യാനായിട്ട് നിക്കണത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഷോട്ട് ആർക്കായിരുന്നു? നിങ്ങൾ രണ്ടുപേരുമായിരുന്നു? അല്ല നിങ്ങൾക്ക് 3 പേർക്ക്. ഫസ്റ്റ് ഷോട്ട് എനിക്ക് റാഫിക്കായിരുന്നു അല്ലേ? ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് അത് ഓർമ്മയില്ലേ? എനിക്കായിരുന്നു ശരിയാ, എനിക്കായിരുന്നു ഫസ്റ്റ് ഷോട്ട്. ഓക്കെ, അപ്പൊ സ്ഥിരമായിട്ട് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അവിടെ നിന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ നിന്നപ്പം അത് വീണ്ടും വേറെ ദിവസം പിന്നെ എടുത്ത് ഒന്നുകൂടെ റീഷൂട്ട്. അത് ഫസ്റ്റ് ദിവസം നമ്മുടെ അടുത്ത്. അപ്പൊ പിന്നെ നമ്മള് ശരിക്കും ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. അത് നിങ്ങളൊക്കെ പോയിട്ട് വീണ്ടും നമ്മളെ റീഷൂട്ട് ചെയ്തു. ഫസ്റ്റ് ചേട്ടൻ വന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ ട്രാക്കിലോട്ട് വന്നു, അപ്പൊ നമുക്ക് ഒന്നും എടുത്ത് ഒന്നും നല്ലതാവും. അങ്ങനെ അത് വീണ്ടും ഒന്നുകൂടെ എടുത്ത്. അത് ആദ്യമേ എന്റെ കൈയൊക്കെ കിടന്നിങ്ങനെ മദ്ദളം കൊട്ടുമായിരുന്നു. അയ്യോ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നാലും ഇങ്ങനെ ഒരു ഡയറക്ടറുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ്. അവിടെ ഞാൻ ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം വീട്ടിലാ. ഞാൻ പറയുന്ന കട്ട്, ഞാൻ പറയുന്ന ആക്ഷനും. പക്ഷെ ഇത് അങ്ങനല്ലല്ലോ. ഇവിടെ ഇത്രയും ആളുകള്, ചേട്ടന്മാര്, ക്യാമറ, ലൈറ്റ്. ഒരു ഷോട്ട് കഴിയുമ്പോ തന്നെ അവര് അടുത്ത ലൈറ്റ് സെറ്റപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ റെഡിയാക്കിയാൽ അവർക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ നമ്മുടെ കൺസേൺ ആവും അത്. അപ്പൊ ഞാൻ അവരോടൊക്കെ സോറി പറയും, ചേട്ടാ ഇത് ഞാൻ ശരിയാക്കും, അടുത്ത ടേക്ക് അതിന്റെ കർമ്മയാ. അതെ. അപ്പുറത്തോടെ ആരെങ്കിലും ആ വീട്ടിലെ പരിസരത്ത് ആരെങ്കിലും ചേട്ടാ സോറി ചേട്ടാ ഞാൻ. അവസാനം ഞാൻ എന്റെ എടുക്കാൻ നേരം അവർ ഇരിക്കാൻ തുടങ്ങി. അവർക്ക് ബ്രേക്കാ, ആ ലൈറ്റ് മാറ്റണ്ടല്ലോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ കൂടുതൽ ടേക്ക് പോയത് ആരായിരുന്നു? ഞാനായിരിക്കും. ഞാനുണ്ട്. എല്ലാവർക്കും പോവല്ലോ ടേക്ക്. ആരും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ലല്ലോ. തെറ്റും ശരി എല്ലാവർക്കും വരും. മോഡിഫൈ നമ്മളെല്ലാവരും പുതിയതാണ്, നമുക്കിത് അറിയില്ല. ഇത് കാരണം പരിപാടിയൊക്കെ സെറ്റ് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോ തന്നെ ഒരൊറ്റ ക്യാമറയും നമുക്ക് കുറച്ച് ആൾക്കാർ, അവിടെ കുറെ ആൾക്കാരും വലിയ ക്യാമറയും എന്തൊക്കെയോ ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ പേടി ഉണ്ടാവും. ആ പേടിയാണ് മൈൻഡിലുള്ളത്. ഇനിയിപ്പോ ഡയലോഗ് പറയുമ്പോഴായാലും പേടിയാണ് സംസാരിക്കുന്നത്. അതൊന്ന് സെറ്റ് ആവുന്ന 2 ദിവസം എടുത്തു എന്നുള്ളതാണ്. കുറച്ച് അതിനും കൂടുതൽ 1, 2, 3 സെറ്റ് അടിപൊളിയായത്. സിനിമ റിലീസ് ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ റീൽ എടുക്കുന്ന സമയത്ത് ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആണല്ലോ, കുറച്ച് ആളുകളെ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ കുറെ ആൾക്കാർ നിൽക്കുമ്പോൾ ഈ ഒരു ഫിയർ, സ്റ്റേജ് ഫിയർ പോലെയൊക്കെയുള്ള സംഭവങ്ങളുള്ള ആൾക്കാരാണോ നിങ്ങൾ? നമ്മൾ ചിലപ്പോ മറന്നുപോകും എന്ത് ആളുകൾ ഉണ്ടെന്നുള്ളത്. അത് ശരി, നമ്മൾ ക്യാരക്ടറിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷൻ ആണല്ലോ ഓർക്കുന്നുള്ളൂ. അങ്ങനെയായി വന്നു ഈ മൂവി ചെയ്യുന്ന സമയത്ത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇതിനകത്ത് ക്യാരക്ടർ എങ്ങനെയാ വരുന്നത്? കുറച്ച് എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ ആരുടെയാ വരുന്നത്? ഞങ്ങളെല്ലാം ഞങ്ങൾ തന്നെ. ഹോസ്റ്റൽ പരിപാടിയാ. നമ്മളെങ്ങനെയാണോ നമ്മള് അമൃതായിരുന്നു കൂടുതൽ. നിങ്ങൾക്ക് അതെ, ഞാൻ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിടും. ഓക്കെ, ലൈഫിൽ മിസ്സായ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോ കിട്ടിയോ കിട്ടി എന്ന് പറയാം? ഇവിടെ പിന്നെ ഓൾറെഡി ഉള്ള ആളായതുകൊണ്ട് അതെ, പ്രേതം ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചായിരുന്നു എന്തുകൊണ്ടായിരുന്നു നിങ്ങളെ സെലക്ട് ചെയ്തത് എന്നുള്ളത്? ഓഡിഷൻ ആയിരുന്നോ? ഓഡിഷൻ അല്ല, എന്നെ ഇവനെ ആദ്യം വിളിച്ച അജുക്ക, ഇങ്ങനെ നമ്മളിത് പടം ചെയ്യാൻ പോവാണ്, അപ്പോ നിങ്ങളുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോ ഞാൻ പടത്തില് ഞാൻ തന്നെയാണോ അങ്ങനെ രാജേട്ടൻ വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സംഭവം ഒന്നും ചെയ്തിട്ട് പരിചയമില്ല രാജേട്ടാ, അതായത് നിങ്ങൾക്ക് അത്രയും ഉറപ്പാണോ ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ? അപ്പൊ ആള് കോൺഫിഡൻസ് തന്നു. നിങ്ങൾ നിർബന്ധിച്ചാൽ കാരണം വെച്ചാൽ നമ്മള് കാരണം ഇനി അവർക്ക് പ്രശ്നം അവരുന്നു. അങ്ങനെ ആള് കോൺഫിഡൻസ് തന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കി പഠിപ്പിച്ച് സെറ്റാക്കിയ കോളാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാടായിട്ട് ഇവൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഒരു ഡയലോഗ് കിട്ടി കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ എനിക്കും അബിക്കും ഒക്കെ ആയാലും ഇവനെ സൈഡിൽ കൊണ്ടുപോയിട്ട് അബിയുടെ ഡയലോഗ് അബിക്ക് എന്താ ഏത് എക്സ്പ്രഷൻ അവിടെ ഇടേണ്ടതെന്ന് കാണിച്ചു തരും, എനിക്ക് എന്ത് എക്സ്പ്രഷൻ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു തരും. അപ്പൊ നമുക്ക് മനസ്സിലും ഓക്കെ ഈ സിറ്റുവേഷനിൽ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ റാഫി സ്കൂളിൽ നിന്നാണ് അഭിനയം പഠിച്ചത് എന്ന് പറയാം? അങ്ങനല്ല, സമ്മതിക്കണം. അത് തന്നെ അല്ല, ശരിക്കും പറഞ്ഞാല് സീരിയസില് പേടിച്ച് എന്താ ഞാൻ പറയുക. സീരിയസിൽ ഡയറക്ടർ രാജേട്ടനാണല്ലോ. ഞാനൊരു 5 വർഷമായിട്ട് പുള്ളിയോട് ഉണ്ട്. ഇപ്പൊ പിന്നെ സിനിമയും പുള്ളിയോട് ചെയ്തു. അപ്പൊ എനിക്ക് ആ ട്രാക്ക് അറിയാം, പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനം മനസ്സിലാവും.
അപ്പോൾ അത് ഇവർക്ക് ഞാൻ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഇവർക്ക് പുള്ളി പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് കൺവിൻസ് ആയി കൊടുക്കട്ടെ, ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് പരിപാടി, ഇങ്ങനെ റിയാക്ഷൻ ഇട്ട് നോക്ക്. നമ്മൾ കാണിക്കുന്നില്ലല്ലോ അവർ കാണിക്കുന്നത്, അവർ കാണിക്കുന്നത് വ്യത്യസ്തമായിരിക്കും. രാജേഷേട്ടനും അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞുതരും. അതായത് അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഒന്നും കൂടി വരാം. അപ്പോൾ നമുക്ക് അതിൽ കൂടെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കണം. ഇതിലെന്താ ശരിയാ ഓക്കെ എന്ന് പറഞ്ഞ കോൺഫിഡൻസ് ഇങ്ങനെ നിൽക്കും. പക്ഷെ അത് ഐഡിയ കൊണ്ടിട്ടാണ് ഇത് എന്താ എക്സ്പ്രഷൻ ഇടണ്ടേ, ഇത് ഏത് മൂഡ് ഇടണ്ടേ. അപ്പൊ ഇവന്റെ മുഖത്തിലാണെങ്കിൽ 1500 ഭാവങ്ങളുണ്ടാവും. അത് നമുക്ക് അതെ, ഇവനാണെങ്കിൽ 1500 ഭാവങ്ങളുള്ള സാധനം പറയാം. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഭാവം എടുത്തിട്ട് നമ്മൾ ചെയ്യും. എനിക്കിതാ കംഫോർട്ട്. അല്ല, ഇത് അവര് ചോദിക്കുന്നത് നമ്മളെ കൊണ്ട് ഉള്ള അറിവ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നു. വേറെ ഈ ഡയലോഗ്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് സമയം വേണ്ടത് ആർക്കായിരുന്നു? അങ്ങനല്ല, വായിച്ചും മനസ്സിലാവുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഈ ഡയറക്ടർ സിറ്റുവേഷനിലേക്കായി മാറി. അതായത് നമ്മൾ കഥയിലേക്ക് ഇങ്ങനെ പോകുമ്പോ ആ ഡയലോഗ് അവിടെ വേണം എന്നുള്ള ഒരു രീതിയിൽ മൈൻഡിൽ കയറി. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് വെച്ചാൽ നമ്മൾ ഒക്കെ നമ്മളെ തന്നെ ആയിരുന്നു. അപ്പോ സ്ലാങ് ഒക്കെ നമ്മുടെ തന്നെ ആയതുകൊണ്ട് അതിനകത്തുള്ള സ്ക്രിപ്റ്റിനകത്തുള്ള അതുപോലെ പറയണം എന്നില്ല. നമുക്ക് ഭാഗത്തുനിന്ന് വന്ന് നിൽക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരല്ലേ, അപ്പൊ കൊറേ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നായിരിക്കുമല്ലോ, അപ്പൊ സ്ലാങ് ഒരു പ്രശ്നമല്ലല്ലോ. അപ്പൊ ഡയലോഗ് നമ്മുടെ രീതിയിൽ പറയാം. ഇപ്പൊ അച്ചടി ഭാഷയിലായിരുന്നെങ്കിലും ആളിയ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ തൃശ്ശൂർ ഭാഷയിൽ പറയാം, ഇവന് ആലപ്പുഴ ഭാഷയിൽ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഈ സീരിയസ് ആയിട്ടുള്ള ഒരു ഷോട്ടൊക്കെ വരുമ്പോ പെട്ടെന്ന് ചിരി വരുന്ന ഒരാളായിരുന്നു. ഇവന് അങ്ങനെ ചിരിപ്പിച്ചിട്ടുണ്ടോ? ചിരിച്ച ഒരു സീക്വൻസ് ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് പറയുന്നില്ല. അത് ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ചില സീക്വൻസ് അറിയാതെ ചിരിച്ചു പോകും. നമ്മള് ഒരാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചെയ്യുന്നതാണ്, നമുക്ക് അറിയാതെ ചില സാധനങ്ങൾ ഇട്ട് തരുമ്പോൾ ചിരി വരത്തില്ല. അത് ഇഷ്ടത്താലുള്ള ചിരി. അപ്പൊ പിന്നെ അത് ക്ലിയർ അപ്പ് ചെയ്തിട്ട് ഓക്കെ. ഇതൊക്കെ കാണുമ്പോൾ സെമിത്തേരിയിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? കാരണം അധികം ആളുകൾക്ക് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ അവിടെ. ഹോസ്റ്റലിന്റെ അടുത്താണ് ഈ സെമിത്തേരി. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇതിനകത്ത് ത്രൂ ഔട്ട് പോകുന്നത്. അപ്പൊ അത് സിനിമ കാണുമ്പോൾ അത് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അമൃതയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു? എന്റെ അടുത്ത് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ പറഞ്ഞ ഒരു ബോൾഡ് ആയിട്ടുള്ള കുറച്ച് ധൈര്യശാലിയായ ഒരാളുടെ, എന്നെ കണ്ടിട്ട് എന്താ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് ധൈര്യം കൂടുതലാണ്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ നമുക്ക് റീൽസ് ഒക്കെ കാണുമ്പോ അങ്ങനെ ഭാഗ്യം. ചിലപ്പോ അതായിരിക്കും എന്നെ വിളിക്കാൻ കാരണം. ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കാതെ വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ, നിങ്ങളും വേറെ ഹോസ്റ്റലിൽ നിൽക്കും അങ്ങനാണോ? ഞങ്ങളുടെ ഹോസ്റ്റൽ സീൻ കുറച്ച് ലൈക്ക് വേറൊരു ഹോസ്റ്റലിൽ ഇങ്ങനെ എല്ലാവരും കൂടെ വൈബ് പരിപാടികളൊക്കെയാണ്. അതെ, ഗേൾസ് ഹോസ്റ്റൽ വൈബ് ഉണ്ടല്ലോ. അല്ല, ഗേൾസ് ഹോസ്റ്റലിൽ ബോയ്സ് ഹോസ്റ്റൽ അങ്ങനാണോ? രണ്ടും വേറെ വേറെ. അത് മനസ്സിലായി. അല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു അങ്ങനത്തെ സംഭവം, രണ്ട് ഹോസ്റ്റല് വരുന്നു, നിങ്ങളുടെ കുറെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണോ ഈ സ്റ്റോറി ലൈൻ പോകുന്നത്? ഓക്കെ. ഈ ആദ്യത്തെ ദിവസം ഡയറക്ടർ കുറച്ചുകൂടെ കൂളായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആദ്യത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു തോട്ട് മാറിയത് എപ്പോഴായിരുന്നു? എങ്ങനത്തെ? അതായത് നമ്മൾ ഫുൾ പേടിയായി ടെൻഷനായിട്ടാണല്ലോ ലൊക്കേഷനിൽ പോകുന്നത്. അതൊന്ന് മാറി ട്രാക്കിലായത് എപ്പോഴായിരുന്നു? അതിങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ അഭിനയിക്കുമ്പം ലൈക്ക് കുറച്ച് താത്തി പിടിച്ചോ, കുറച്ചുകൂടെ കൂട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയോ ഏക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ലൈക്ക് ഭയങ്കര അതായത് രാജേട്ടൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും നോക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ അത്രയും നല്ലതാണെങ്കിലേ ആൾ ഓക്കെ പറയുള്ളൂ. അപ്പം നമുക്കൊരു കൊള്ളാം, നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആവുന്നുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ്. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ഷോട്ട് പബീടെ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുമായിരുന്നു? എന്തായാലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇവര് പോയി എല്ലാം സെറ്റിലായി, ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ലേഡീസിന്റെ പരിപാടി വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഏകദേശം എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? 35. ഓ, അത്രയും 35 ഡേയ്സ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ സീൻ വരുന്നുണ്ടോ? 4 പേര് ഒരുമിച്ചുള്ളത് വരുന്നുണ്ട്. ഓക്കെ, കൂടുതൽ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റില്ല. അതാണ്. അത് ജനുവരി 16 കാണാലോ, ഇനി അധികം ദിവസം ഇല്ലല്ലോ. ഓക്കെ, അല്ല, തിയേറ്ററിലേക്ക് വരുമ്പോ ഒരു ടെൻഷൻ ഉണ്ടോ? സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോ പിന്നില്ലേ? ഉണ്ട്. അല്ല, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ച് ബാക്കിയൊക്കെ വരട്ടെ എന്നുള്ള ഒരു കൂൾ മൈൻഡ് ആണോ? ഇല്ല, ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ സിനിമ സംസാരിക്കട്ടെ, കുറെ നാൾ കാത്തിരുന്നല്ലേ, ഒരു വെള്ളിയാഴ്ച എല്ലാവരും തലവര മാറട്ടെ. ഇവർ ഈ സീരീസ് കഴിഞ്ഞിട്ട് ഇവരുടേതായിട്ടുള്ളൊരു വലിയ ഡ്രീമിലേക്കാണ് നമ്മളൊക്കെ
ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മുടെയും ഡ്രീമാണ് ഒരു മൂവി എന്ന് പറയുമ്പോൾ. നമ്മളും ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മളൊക്കെ ആൾ ഇത്രയും കോൺഫിഡൻസിൽ നമ്മൾ ഈ പുതുമുഖങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതൊരു കോൺഫിഡൻസും ഒരു എന്താ പറയുക, ഒരു ഇതാണ്, റിസ്ക് ഫാക്ടറാണ്. നമ്മുടെ എയിം എന്ന് പറയുന്ന സിനിമ തന്നെ ആയിരുന്നോ? സിനിമ അതെല്ലാവരും ലാസ്റ്റ് അതിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുമല്ലോ. അറിയാണ്ട് ഫേമസും ആയി, എന്നാ പിന്നെ സിനിമയ്ക്ക് പോയി നോക്കാം. അറിയാണ്ട് ഓക്കെ, അത് ശരിക്കും അങ്ങനെ അല്ലടാ, അങ്ങനെ അല്ലല്ലോ. അറിയാണ്ട് ഫേമസ് ഇല്ല, ആള് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ലോ ആയിട്ട് നമുക്ക് പ്രോഗ്രസ് വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവില്ല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇനി ചെയ്യാതിരുന്നിട്ടാണോ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുക. ഓക്കെ, ആ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഓക്കെ, നമുക്ക് എന്നാ ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഞാൻ കുറച്ച് വാക്കുകൾ പറയും, അത് ആഡ് ഓൺ ചെയ്തിട്ട് ഈ അഭിനെ കാണുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ പഠിക്കാത്ത പിള്ളേരില്ലേ പഠിപ്പിച്ചിട്ടാണേ 10+ഉം 16+ഉം ഉത്തരം പറയും. പ്ലസ് ടുവിൽ ഫുള്ളും 10ൽ ഫുള്ളും MB ഫസ്റ്റ് ക്ലാസ് ആണോ? പക്ഷെ നമ്മൾ ഇതിനകത്ത് റീൽസിനകത്തൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ നടക്കാം, നമ്മൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ജോലി കിട്ടിയില്ലെന്ന് തോന്നുന്നു. പിന്നെ ജോലി കിട്ടിയില്ല, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. MBA ആണോ വിളിച്ചത്? ഏതാ? നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ജോലി കിട്ടിയില്ല. പക്ഷെ ജോലിക്ക് പോവാത്ത അഭിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, ആവശ്യമില്ലാണ്ടാക്കിയതാ. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, ബി യുവർ ഓൺ ബോസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യല്ലേ, ചെയ്യേണ്ടി വന്നു. വേറെ കമ്പനിക്കാരൊന്നും എടുത്തില്ല. നാട്ടിലുള്ള ബിസിനസ്സുകാരെ ചതിച്ച് ജോലിയൊന്നുമില്ല. ട്രൈ ചെയ്തായിരുന്നോ? ആ പിന്നെ ട്രൈ ഒക്കെ ചെയ്തായിരുന്നു, നന്നായിട്ട് കുറെ ട്രൈ ചെയ്തു. അവന്റെ ട്രൈയിൽ വീണ്. അല്ല, അതിന് മുമ്പ് നിങ്ങൾ റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട്? ഇല്ല, എനിക്ക് ജോലി കിട്ടാൻ വന്നപ്പോ ഞാൻ അവസാനം മടുത്തിട്ട് ഇതിലോട്ട് വന്നേ. ഇത് പലർക്കും പ്രചോദനമാണ്. ആണ്, ഇത് എല്ലാവർക്കും അറിയാം. എന്നെ അറിയാവുന്ന എന്റെ റീൽസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ, പക്ഷെ കുറച്ച് കഴിവൂടെ വേണം, അതുകൂടെ പറ. സത്യം, പ്രചോദനം എന്നും പറഞ്ഞോണ്ട് ഈ എല്ലാവരും കൂടെ എഫേർട്ട് എടുക്കലുണ്ട്. അതായത് ഞാൻ തന്നെ നോക്കുന്ന ചില സമയത്തൊക്കെ ഇവന് ബുക്കിൽ കഥയൊക്കെ എഴുതിയിട്ടാണ് നെക്സ്റ്റ് ഡേ അത് റീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവന് വേറൊരു സെപ്പറേറ്റ് ഫോണുണ്ട്. പക്ഷെ ഇത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് അത് എന്തെങ്കിലും പറഞ്ഞാൽ അത് നോട്ട് ചെയ്തൊക്കെ വെക്കും. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തായാലും ഇവൻ റീല് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യും, യൂട്യൂബിൽ കറക്റ്റായിട്ട് വീഡിയോ ഇടും. എന്നിട്ട് അനങ്ങാതെ നമ്മൾ ഈ സംസാരിക്കുന്ന ഇടയിൽ ഏതെങ്കിലും കോമഡിയുടെ ഒരു ത്രെഡ് കിട്ടുകയാണെങ്കിൽ അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. വീട്ടിൽ പോയിട്ട് അത് കഥയാക്കി അവൻ തന്നെ എഴുതും കഥ. ഓക്കെ, നമ്മൾ ഫുൾ ഇത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ പുറകില്. അമ്മയോ? അമ്മയുടെ കുറെ സംഭാവനകളും കൂടെ അതിനകത്ത് വരാറുണ്ട് സ്ക്രിപ്റ്റില്. അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് അമ്മയെ കൊണ്ട് ഞാൻ എഴുതും, അമ്മയെ കൊണ്ട് ചെയ്യും. ഞാൻ സ്ക്രിപ്റ്റില് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു കേട്ടോ. അതായത് ജോലി കിട്ടാതെ ഞാൻ ഇതിലേക്ക് വന്നതാന്നുള്ളത്. പിന്നെ അതിന്റെ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാര് കൺസൾട്ട് ഒക്കെ ചെയ്യും എങ്ങനെയാണെന്ന് അറിയാൻ. അല്ല, അങ്ങനെ മറ്റേ മാതൃഭൂമി ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് പോയായിരുന്നു. അപ്പൊ നമ്മുടെ ഓപ്പൺ ആയിട്ട് ഇന്റർവ്യൂ ഉണ്ട് നമ്മുടെ. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കമന്റ് ഒത്തിരി വന്നു, നീ പറയുന്നു പിള്ളേർ പഠിക്കാൻ പോകത്തില്ല, നെഗറ്റീവ് ആയിട്ട് അങ്ങനെയൊക്കെ വന്നായിരുന്നു. പിന്നെ അത് നമ്മുടെ ഇതല്ലേ, അതായത് ആ സമയത്ത് ജോലി വേണമായിരുന്നു. ഞാൻ MBA ആയിരുന്നു പഠിച്ചത്. MBA പഠിച്ചപ്പം അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിട്ട് ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് എടുത്തില്ല, കാരണം എനിക്ക് എബ്രോഡ് പോകണമായിരുന്നു. അപ്പൊ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇല്ല, അപ്പൊ എല്ലാരും താടിയും പഠിച്ച് ഫുൾ എക്സിക്യൂട്ടീവ് ആ ഒരു സംഭവം ട്രെയിനിങ് ചെയ്യുമ്പോൾ ഞാൻ താടിയൊക്കെ വളർത്തി മറ്റേ റിബലായിട്ട് നടക്കുമായിരുന്നു. എനിക്ക് വേണ്ടല്ലോ ജോലി. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ലോൺ കിട്ടിയില്ല. പിന്നെ എനിക്ക് ജോലിയും കിട്ടുന്നില്ല. 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ പോയി, പിന്നെ ആർക്കും വേണ്ട നമ്മളെ. ജോലി കിട്ടാതായി, പിന്നെ ട്രൈ ചെയ്തിട്ടും കാര്യമില്ലെന്നായി. MBA പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഓഫറിന് കണക്കൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഇട്ടാൽ എനിക്ക് നല്ല മാച്ചും വരും, അതുപോലെ തന്നെ നല്ല രീതി ഓഫറും വരുന്നുണ്ടായിരുന്നു. ജോലി വേണ്ടാത്ത സമയത്ത് ഇഷ്ടംപോലെ ജോലി വേണ്ടപ്പോൾ ഒന്നും കിട്ടാതെയായി. ആവശ്യമുള്ള സമയത്ത് അല്ല, ഡെസ്റ്റിനി ഇതായിരുന്നിരിക്കും, അതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ ഹാപ്പിയാണ്. പുറത്തോട്ട് പോകണമെന്നുള്ള സ്വപ്നം. പോണം, കറങ്ങാനൊക്കെ പോയിട്ട് വരും. എവിടെയെങ്കിലും പോയായിരുന്നോ? ഇല്ല, എങ്ങും പോയിട്ടില്ല. അടുത്ത സിനിമ പുറത്തൊക്കെ ഷൂട്ടൊക്കെ ഉള്ള ഒരു സിനിമ ആവട്ടെ. അതിന് മുമ്പ് പോവും. പോവും. എവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്? ദുബായ്. അല്ല, അത് പുറത്താണല്ലോ, ദുബായ് പുറത്താണല്ലോ. യൂറോപ്യൻ കൺട്രീസ് ആണ് നമ്മുടെ മനസ്സിൽ. എല്ലാം ഉണ്ട്, എവിടെങ്കിലൊക്കെ പോകാൻ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ ഉണ്ട് എന്റെ മനസ്സിൽ. നല്ല വിളവ് കിട്ടി അപ്പൊ അതിനെ സ്പോൺസർ ചെയ്താൽ മതി. അതെ. ഓക്കെ, നിങ്ങളുടെ ഈ റിയൽ കഥാപാത്രം ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് വരാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്തായിരിക്കും പറയുന്നത്?
അബീനെ മീറ്റ് ചെയ്യാൻ റിയൽ കഥാപാത്രം അതിനകത്തുള്ള കഥാപാത്രം വരുവാണ്. അപ്പൊ റിയൽ ശരിക്കും ആ സിനിമയിലെ ഈ കഥാപാത്രം ഇങ്ങനെ തന്നെയാണ്, ഇതേ നെയിം തന്നെ. അതെ, അത് ഇതേ ആൾ, ഇതേ സ്വഭാവം എല്ലാം അത് തന്നെ, പേര് പോലും അത് തന്നെ. പേര് പോലും അത് തന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ലാതാണോ? നമ്മളെ തന്നെ നോക്കിയിട്ട് അതെ, ഓക്കെ. എല്ലാരും അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, എല്ലാരും അങ്ങനെ അല്ലല്ലോ. എല്ലാരും എല്ലാവരും നെയിം തന്നെ. അതായത് ഹോസ്റ്റലല്ലേ, പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരല്ലേ. ഇപ്പം കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരും പാലക്കാട് നിന്ന് ആൾക്കാരും. ഉദ്ദേശിച്ച സിനിമേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മള് വീട്ടിലേക്ക് വരുമ്പോ എന്തെങ്കിലും പറയുന്നു അല്ലേ? അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഈ സെയിം കഥാപാത്രം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതാണ് ഓക്കെ. അങ്ങനെ നമുക്ക് കഥ പറയാം. അതായത് ഞാൻ ഇതിനകത്തുള്ള കുറച്ച് വാക്കുകൾ ആഡ് ഓൺ ചെയ്ത് നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെ നിങ്ങൾ 4 പേരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. അങ്ങനെ നമ്മൾ രാത്രി പോകുന്ന വഴിക്ക് ഒരു കാടിൽ കൂടെ ഒക്കെ പോയി വഴിയൊക്കെ തെറ്റി നമ്മളിങ്ങനെ കണിമംഗലം എന്ന് പറഞ്ഞ ഒരു കോവിലകത്ത് എത്തിപ്പെടുകയാണ്. ഓക്കെ, കഥ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. കോവിലവും ഇങ്ങനെ അതിമിങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങും, നോക്കും എത്ര റൂമുണ്ടെന്ന് നോക്കും. എത്ര റൂമുണ്ട് എന്നിട്ടത് കൊടുക്കും. റിസോർട്ടൊക്കെ റിസോർട്ട് എന്നല്ല, BNB ഒക്കെ. അങ്ങനെയല്ല, കാട്ടിലെ ഒരു ആളൊഴിഞ്ഞ ഒരു ബംഗ്ലാവ്. മനസ്സിലായോ? നിങ്ങളിങ്ങനെ വഴിയൊക്കെ തെറ്റി അവിടെ എത്തി. ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ആലോചിക്കുക. 3 പേരുണ്ട്, ഇവിടെ ഉണ്ടോ? എനിക്ക് പറ്റില്ല, ഞാൻ കഥയിലില്ല. 4 പേരുണ്ട്. ഞാൻ വരുന്നില്ല. അതെന്താ അങ്ങനെ എടുത്തു വെച്ച് ഇവിടെ സഹിക്കണോ? അല്ല, അപ്പൊ നമുക്ക് കഥ പറയാലോ. ഇവിടെ വല്ലവരും പിടിച്ചോണ്ട് പോയി ആ വഴി ഓടിയെന്ന് പറയാ കഥ അങ്ങനെ ഒരു കഥ പറയാ. ഞങ്ങള് 4 പേരും കൂടെ റൂമിൽ കയറി. പക്ഷെ റൂമിലല്ല, അത് കുഴപ്പമില്ല, റൂമിൽ കയറി പെട്ടെന്ന് ഇവിടെ കാണാതായി. അപ്പോഴത്തേക്ക് ഞാൻ എന്തുവാ അജുക്കോട് പറഞ്ഞ് എനിക്ക് അമൃതയെ കാണുന്നില്ലെന്ന്. കഴിഞ്ഞ കഥ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തോന്നലായിരുന്നു ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത്. ഞാൻ ശരിക്കും പ്രേതല്ലേ. ഡെലൂലു പ്രേതാണോ? ഡെലൂലുള്ള വാക്ക് വേണ്ട. ഓക്കെ. ഇനി ബാക്കി പറ. എന്നെ കാണാൻ അപ്പൊ അവൻ പറഞ്ഞപ്പോ ഞാൻ റഫീനോട് പറഞ്ഞടാ, അവന് ഭ്രാന്ത് എന്തൊക്കെയോ അവരങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, നീ അത് ഹാൻഡിൽ ചെയ്യും, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഞാൻ ഉറങ്ങി. ബാക്കി പറയണ്ടല്ലോ. ഈ കഥയ്ക്ക് നമ്മളൊരു ബിഗിനിങ് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു മിഡിൽ പോർഷനും ഒരു എൻഡിങ് പോർഷനും വേണം. ഇവള് ഓൾറെഡി പ്രേതമല്ലേ പുള്ളിക്കാരി. അപ്പൊ അജുക്ക് കിടന്ന് ഉറങ്ങിയില്ലേ, അബിയും കിടന്ന് ഉറങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ അനങ്ങാരുന്ന സമയത്ത് ഒരു ജനലിങ്ങനെ ടപ്പ് 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 നടയുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കാണും അമൃത അവിടെ കാണുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. ഇവരെ വിളിക്കാതെ ഞാൻ പുറത്തോട്ട് വരുന്നു, ഒരു കുടം എടുക്കുന്നു, അതിനകത്തിട്ട് അടയ്ക്കുന്നു, കഥ കഴിഞ്ഞു. ഇവന്റെ സ്വഭാവത്തിന് ഇവൻ ചിലപ്പോ അതെടുത്ത് തുറന്ന് പറഞ്ഞോ കാലത്ത് ഞാൻ ഇതൊന്നും അറിയാണ്ട് ഇനി നോക്കുമ്പോ ഒരു നിധി കിട്ടി വീണ്ടും പ്രേതം കൂടെ കൂടുന്നു, തിരിച്ചു ഇതൊരു ലൂപ്പായിട്ട് ഇങ്ങനെ വരുന്നു. അവസാനിപ്പിച്ചതപ്പോ ഞാൻ. അപ്പൊ ഈ കഥയ്ക്ക് നമ്മളൊരു പേരിടുകയാണ്. ഇതൊരു സിനിമ ആവാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതിനൊരു പേരിടുകയാണെങ്കിൽ ഒരു പേര് സജസ്റ്റ് ചെയ്യും. അമൃതയും കൂടാവും. അയ്യോ, കുറച്ചുകൂടെ ഒരു നല്ല പേര്. കുടത്തിൽ അമൃത. അമൃത കുടത്തിൽ, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അമൃതയുടെ സജഷൻ എന്താ? അബിയുടെ തോന്നി പറഞ്ഞു. കഥയായിട്ടൊരു ബന്ധമില്ലാതെ എന്ന് നിങ്ങൾ പറ, നിങ്ങളുടെ ഐഡിയയിലുള്ള കൊട്ടാര വീട്ടിലെ പ്രേതം. അപ്പൂട്ടനല്ലേ? അപ്പൂട്ടന്മാര് പ്രേതം. അജുക്കയുടെ പേര് കേൾക്കണം. അജുക്ക പേര് പറ, എനിക്ക് കേൾക്കണം. അത് ഒരു പേരോട് ഇപ്പൊ 4 എണ്ണം ഉണ്ടല്ലോ. സുഹൃത്തുക്കളുടെ കൂടെ ഒരു പ്രേതം. അത് റിയൽ ആയിട്ട് പറഞ്ഞതാണോ എനിക്ക് സംശയമുണ്ട്. നാളെ ആരും സിനിമയിലേക്ക് വിളിക്കില്ല കേട്ടോ. പേരിട്ട്. ഓക്കെ. ഈ പ്രേതങ്ങളുടെ കഥയാകുമ്പോഴേ നമുക്ക് കുറെ പ്രേതകഥകൾ നമ്മൾ കണ്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഈ പ്രേതകഥ അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നു ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ പറയാ? ഇത് അങ്ങനെ ശരിക്കുള്ള പ്രേതം ആയിട്ട് ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അത് തിയേറ്ററിൽ തന്നെ അറിയണം. പക്ഷെ ഇതൊരു ഹോസ്റ്റൽ ഫൺ പരിപാടിയാണ്. ഇടയ്ക്ക് വരുന്ന ഒരു സംഭവം ഉണ്ട്.
അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു അടികപ്പിയാരെ കൂട്ടപ്പടിയുടെ എവിടെയൊക്കെയോ ആളുകൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നാലും ഇത് ഹോസ്റ്റലൊക്കെ എന്ന് പറഞ്ഞ ഹോസ്റ്റലും പ്രേതം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അതല്ലേ? കാരണം അത് കുറെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആൾക്കാരെ മനസ്സിലത് ഇരിക്കുന്നതുകൊണ്ടും നമ്മൾ ഇനി ആ ഒരു കൈൻഡ് ഓഫ് ഇത് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നും. അപ്പൊ അത് വെച്ച് കമ്പാരിസൺ വരുമോ എന്നുള്ളൊരു ഒരു ആലോചന നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. അതിപ്പം അത് വേറൊരു ട്രീറ്റ്മെന്റ്, ഇത് വേറൊരു ട്രീറ്റ്മെന്റ്. ആ സിനിമ വ്യത്യസ്തമായിട്ടിരിക്കണം, ഈ സിനിമ വ്യത്യസ്തമാവട്ടെ, അങ്ങനെ കമ്പയർ ചെയ്യാതെ എല്ലാ സിനിമയും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് തന്നെ പറയാം. അത് അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് തോന്നുന്നില്ല. ഇത് വേറൊരു ട്രാക്ക്, കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ എല്ലാം കൂടെ ഹോസ്റ്റലിൽ വരുന്ന അവിടെ നടക്കുന്ന സംഭവങ്ങൾ നല്ല രസകരമായിട്ട് ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ അത് പ്രേക്ഷകരെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്നാണ്. ഫൈറ്റ് സീക്വൻസ് വരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിലാണോ അല്ലെങ്കിൽ? അല്ലല്ല. ഓക്കെ, ഈ ഫൈറ്റ് സീക്വൻസ് എങ്ങനെയാണ്? കാരണം നിങ്ങൾ റീൽസിലൊക്കെ ഒരു ചെയ്യാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ. ആ ഫൈറ്റിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. നമ്മൾ എളുപ്പമെന്ന് വിചാരിച്ചത്, പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട്. തലകുത്തിയൊക്കെ പറയണം. അവര് പണിയെടുക്കുന്ന അടിപൊളി ഇടി കൊള്ളുന്ന ഏട്ടന്മാര്. എത്ര ദിവസം പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു? പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഷോട്ടിന്റെ കാര്യം പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. അടികിട്ടി ബോധം പോയി. പിന്നെ ഇല്ലല്ലോ. നമ്മളൊരു ചെറിയ ബഡ്ജറ്റിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി ഇവരുടെ സ്വപ്നത്തിൽ ഒരു സംഭവം ചെയ്താണ്. അപ്പോൾ ഫൈറ്റിന്റെ സംഭവത്തിലേക്ക് വെച്ചാൽ നമ്മള് ആ സമയത്താണ് പോകുന്നത്. ആ സമയത്ത് പോയിട്ട് പക്ഷെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും അധികം എഫേർട്ട് എടുക്കേണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ആ ഒരു ചെറിയ ഫൈറ്റിന് തന്നെ നമ്മൾ ഇത്രത്തോളം എഫേർട്ട് എടുക്കണം മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ള മൂവികളിൽ ഈ പറഞ്ഞ ആക്ടേഴ്സ് ഒക്കെ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ ഒരു ഇതിൽ അല്ലേ. ഓക്കെ ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു നെക്സ്റ്റ് ഒരു 5 years കഴിഞ്ഞാൽ അബി എവിടെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയായിരിക്കും? ഇൻ ദ സെൻസ് ഞാൻ ഇന്നൊരു പൊസിഷനിൽ എത്തും. അങ്ങനല്ലേ? അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഭാവിയെ കുറിച്ച് ആലോചിക്കാറില്ല. ഇല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ച് പ്ലാൻ ഇല്ല. കാരണം പണ്ട് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ച് എന്റെ കാര്യം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് നാളെ അല്ലെങ്കിൽ ഈ ഒരു വീക്ക് എങ്ങനെ അടിപൊളിയാക്കാൻ, അങ്ങനത്തെ സംഭവമൊക്കെ ചിന്തിക്കാറുള്ളൂ. വലുതായിട്ട് ഞാൻ ചിന്തിക്കാൻ പോകാറില്ല. ഇല്ല, വലിയ പ്ലാൻസ് ഇല്ല. ഞാൻ ഗോഡ്സ് പ്ലാനറ്റ് വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും നമുക്ക് വരാനുള്ളത് എന്താ പറയാ, അത് വഴിയെ നമ്മുടെ കയ്യിലല്ല. അത് അല്ല, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ അതൊരു പ്ലാൻ ചെയ്യണമല്ലോ, എന്നാലല്ലേ ആ ഒരു ഗ്രോത്ത് കുറച്ചുകൂടെ. അതെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാക്കണം, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ഗ്രോത്ത് നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷെ ഇത് എങ്ങനെ ഏത് പൊസിഷനിൽ നമ്മൾ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് ഒരു പ്ലാനും ഇല്ല. എന്താണോ? പ്ലാനുകൾ ഒരുപാടുണ്ട്. 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ പറയാ, മനസ്സിൽ കുറെ സംഭവങ്ങളുണ്ട്. അത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, അത് എത്തുമ്പോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ പറഞ്ഞാൽ പറ്റില്ലല്ലോ. കാരണം നേരത്തെ പറഞ്ഞല്ലോ ഇത് അജ്മൽ നേരത്തെ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ ഇടാൻ പറ്റത്തുള്ളൂ അല്ലേ? അത് പറയാൻ പറ്റുള്ളൂ. 5 വർഷം കഴിയുമ്പോഴേ അത് അച്ചീവ് ചെയ്യുമ്പോൾ ഇടാൻ. 5 വർഷം മുമ്പ് അജ്മൽ ഖാൻ കൊടുത്ത ഇന്റർവ്യൂവിൽ ഇതിന്റെ റീൽസിന്റെ കട്ടിങ് ഒക്കെ ഇപ്പൊ അമൃത പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഇപ്പോ നമ്മൾ ആഗ്രഹിച്ച് ചിലത് ആഗ്രഹിക്കും, പക്ഷെ ആഗ്രഹിച്ചിടത്തേക്കല്ല എത്തിക്കുക, അതിനേക്കാൾ അടിപൊളി സ്ഥലത്തേക്ക് എത്തിച്ച് തന്നതും ആയിക്കൊണ്ടിരിക്കുന്നതും ജീവിതത്തിൽ. ചിലപ്പോ പോയതിനെ ആലോചിച്ച് വിഷമിക്കാണ്ട് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലത്ത് അത് കിട്ടുന്ന എന്താ വെച്ചാൽ അതിൽ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാന്നുള്ള ഒരു സംഭവം. അങ്ങനെ മുന്നോട്ട് പോവാണ്. റാഫി? ഉള്ളതുകൊണ്ട് ഓണം പോലെ പോവാ, ഒരു ദ്രോഹം ചെയ്യാതെ നമുക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് ആ വിധി പോലെ നടക്കട്ടെ. ഓക്കെ, അങ്ങനെ പ്ലാനിങ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യണം, അത് പൊളിയണം, വീണ്ടും പ്ലാൻ ചെയ്യണം. നടക്കത്തൂല്ല, അത് പൊളിയും, വീണ്ടും പ്ലാൻ ചെയ്യും, വീണ്ടും പൊളിയും. അങ്ങനെ പോകത്തേ ഉള്ളൂ, മാറ്റങ്ങൾ വരട്ടെ. ഓക്കെ, കണിമംഗലം കോവിലകം പ്രേക്ഷകർ എന്തിനു കാണണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കണിമംഗലം കോവിലകം നമ്മൾ എന്തിന് തിയേറ്ററിൽ പോയി കാണാം? തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയും? അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ അതൊരു തിയേറ്ററിക്കൽ പരിപാടിയാണ്. കുറേ എലമെന്റ്സ് ഉണ്ട്, ഒരുപാട് ചിരിപ്പിക്കണേ, ത്രില്ലടിപ്പിക്കണേ, ഒരു നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത്യാവശ്യം ഒരുപാട് നല്ല പരിപാടി ഉണ്ട് ഇതിനകത്ത്. തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവരും പോയി. അപ്പം January 16 പടം. നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യണം അല്ലേ? അപ്പൊ സിനിമ എല്ലാവരും സക്സസ്സും ആവട്ടെ. ഇനി കുറെ സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.